ഹായ് ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ബ്ലാക്ക് സാരി കാണുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും തീർന്നിട്ടുണ്ടാവും അല്ലെ? അതെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പാർട്ടി ഗസ്റ്റ് ലുക്ക് ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്നൊരു ഗെറ്റ് റെഡി വീഡിയോ ആണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ ഫംഗ്ഷൻ എടുക്കാൻ പോകുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് സാരിയാണ്. സാരി ഈ ബ്ലാക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് പ്ലീറ്റഡ് ആയിട്ടുള്ള നോർമൽ സാരിയാണ്, റെഡിമെയ്ഡ് സാരി അല്ല. അതിന്റെ പെയർ ചെയ്യുന്നത് ഞാൻ ഈ ബ്ലാക്ക് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ബ്ലൗസ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം സാരി എടുത്ത് റെഡി ആയതിനു ശേഷം ഗെറ്റ് റെഡി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിത് സാരിയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഇന്ന് ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല, അതിന് പകരം സൺസ്ക്രീനാണ് ഇട്ടത്. നൈറ്റ് എന്തിനാ സൺസ്ക്രീൻ അല്ല, ഇതൊരു ടിൻറ്റ് ഫിനിഷ് കിട്ടും ഫേസിൽ. അതുകൊണ്ട് ഞാൻ വിഷു ഡോട്ടൻകീൻ്റെ ഈ സൺസ്ക്രീൻ തന്നെ ഇടാം. അതുകൊണ്ട് സൺസ്ക്രീനാണ് ഇട്ടത്. അപ്പം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഞാൻ ബ്ലഷാണ് ഇടുന്നത്. ബ്ലഷ് അറിയാലോ, ഞാൻ ബിസ്മീൻ്റെ ബ്ലഷ് ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ട് സൈഡ് നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. മിഡിലിൽ ഇട്ടിട്ട് ഒരു പ്ലസും വരച്ചേക്കാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ പഫിനെ കൊണ്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടൂ സൈഡ് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ മേത്ത് നിങ്ങൾക്ക് എപ്പോൾ അറിയുന്ന പോലെ ലാക്മീൻ്റെ ഒരു കോമ്പാക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് പുതിയ കോമ്പാക്റ്റ് കേട്ടോ, മറ്റേത് തീർന്നിട്ട് ഞാൻ മാറ്റി. ഓൾറെഡി നമ്മൾ സൺസ്ക്രീൻ ഇട്ടായിരുന്നു തന്നെ ഫേസ് നല്ല മേക്കപ്പ് ചെയ്ത പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെയിനെ വേണ്ട, ബ്ലഷ് ഇട്ടുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഓവർ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് സൺസ്ക്രീൻ, അതായത് ഡോട്ട് ആൻഡ് ഗ്രീനിൽ സൺസ്ക്രീൻ ഇട്ട് ഞാൻ അതിൻ്റെ മേലെ ക്രീം വരെ ഇട്ട് എടുത്തിട്ടുണ്ട്. സൺസ്ക്രീൻ ഇട്ടു, അതിൻ്റെ മേലെ ബ്ലഷ് ഇട്ടു, അതിനുശേഷം ഇത് കോമ്പാക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ അപ്പ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെയ്യുകയാണ്. ഇനി ബ്ലാക്ക് സാരിയാണ് ഇട്ടത്, നേരത്തെ കാണിച്ചില്ല. മേക്കപ്പ് കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഐ ഷാഡോ ഇട്ടിട്ട് കണ്ണ് കുറച്ച് കളറാക്കി കളയാൻ. ഒന്നാമത് ഞാൻ ഐബ്രോസ് എടുക്കാനും മറന്നുപോയി. നല്ല വൃത്തിയായിട്ടുള്ള കണ്ണ്, ഐ മീൻ മുഖം കാണാം. ഐബ്രോസ് ഈ സ്കിൻ കളറായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഐ ഷാഡോ സ്കിൻ കളർ ഇട്ട് കൊടുക്കുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ തന്നെയാണ് ഐ ഷാഡോ, പോക്കറ്റ് പാക്കില്ലേ അതിന് ഐ ഷാഡോ. ഐബ്രോസിൻ്റെ താഴെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒന്നാമത് ഐബ്രോസ് എടുക്കാത്തതുകൊണ്ട് നല്ല വൃത്തിയായിട്ടാണ് ഉള്ളത്. വരച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും തിരി. നമുക്ക് ഈ സ്വിസ് റേറ്റിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. മാച്ചില്ലെങ്കിൽ മാറ്റാന്ന് മേടിക്കുന്നത്. ഡാർക്ക് ആവുമെന്ന് സംശയമുണ്ട്. ഇത് ജസ്റ്റ് ഹെർബിൻ്റെ ലിപ്സ്റ്റിക്കാണ്, സാമ്പിൾ പാക്കാണ് കേട്ടോ. അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടുന്നത്. ഒരു പാർട്ടി ഗസ്റ്റ് ലുക്കാണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കണ്ണുവരയാം. ഞാൻ കണ്ണുവരയാണ് യൂസ് ചെയ്യുന്നത്. ഹിമാലയൻ്റെ കാജലാണ്. ഞാൻ നോർമലി ഹിമാലയൻ്റെ കാജൽ തന്നെ എപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മുന്നെയൊക്കെ എന്താണ് ബ്ലൂ ഹെവൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല കാജലാട്ടോ, എനിക്കിഷ്ടം. ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് മിറർ ആടെയാട്ടോ ഉള്ളത്. പഴയ ഒരു ഐലൈനറാണ് ബ്ലൂ ഹെവൻ്റെ. മേക്കപ്പ് ചെയ്യുന്നില്ല, ആദ്യമായിട്ട് ചെറിയ ചെയ്യാനായിട്ട് ഫുള്ളൊക്കെ ഞാൻ ആസ്വദിക്കുന്നത്. ഈ ഹെയർ എന്താ ചെയ്യാണോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നത്. ആക്ച്വലി അപ്പൊ
അപ്പോൾ ഇയറിംഗ് ഏതിടണമെന്നൊരു ചെറിയ കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാനുള്ളത്. അങ്ങനെ കുറേയൊക്കെ നോക്കി ലാസ്റ്റ് ഈ 2 ഇയറിംഗിൽ ഏതെങ്കിലും ഒന്ന് ഫൈനൽ ചെയ്യാന്ന് കരുതി. ആദ്യം ഞാൻ ലെഫ്റ്റ് സൈഡിലുള്ള ഇയറിംഗ് ആയിരുന്നു ഫൈനൽ ചെയ്തത്. ബട്ട് അത് ഇട്ട് നോക്കുന്നതിൻ്റെ നടുക്ക് എനിക്കൊരു കോള് വന്നു കേട്ടോ അതിൻ്റെ നടുക്ക്. അതുകൊണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിലുള്ള ഇയറിംഗ് ഫൈനലാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പം അതിൻ്റെ മിഡിലിൽ എനിക്കൊരു കോള് വന്നു, അതാണ് പ്രശ്നമായി. അപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഒന്ന് റിങ് ഇടണം. ആൻഡ് ഹാർ വിൽ ബി ലൈക്ക് ഫുൾ ലുക്ക് ഞാൻ ട്രൈ ചെയ്യാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ ബൈ. അപ്പോൾ ഫുൾ ലുക്ക് കാണിച്ചു തരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എന്തായാലും നടന്നില്ല. അതിന് പകരം ഞാൻ ആ പാർട്ടിയിലെ കുറച്ച് ഡാൻസ് വീഡിയോസിന്റെ ക്ലിപ്പിംഗ്സ് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു പാർട്ടിന്റെ ഫുൾ വീഡിയോ വേണ്ടിയെങ്കിൽ കമന്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. ഇതൊരു ബർത്ത്ഡേ പാർട്ടിയാണ്. ഈ പാർട്ടി നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്മോൾ ആൻഡ് ഈസി ഗെറ്റ് റെഡി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഗെറ്റ് റെഡി ട്രൈ ചെയ്ത് നോക്കും. സൂപ്പർ ആയിരിക്കും. സിമ്പിൾ ആൻഡ് ഈസി ആണ്. ഒരു നല്ല പാർട്ടി വൈബ് ലുക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ.